നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഈ ഭരണസമിതിക്ക് വേണ്ടി ആദ്യമായി ഒരു ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളൊക്കെ മനസ്സിൽ കണ്ടത് ഒന്ന്, ഒരു ഭരണസമിതിക്ക് വേണ്ടി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ബജറ്റാണ്. ഒരു ശ്രമകരമായ ബജറ്റ് ഉണ്ടാകും. പൊന്നാനിയിലെ ഈ തീരദേശം ഉൾക്കൊള്ളുന്ന സാധാരണക്കാരായ ആളുകളുടെ വികസനത്തിന് മാറ്റുകൂട്ടുന്ന, വികസനത്തിന് ഉതകുന്ന ഒരു ബജറ്റ് അവതരിപ്പിക്കുമെന്നൊക്കെ കരുതിയ ഞങ്ങളെ പാടെ നിരാശരാക്കുന്ന ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. ഇവിടെ ഈ ബജറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരു കച്ചവടക്കാരൻ ഒരു പഞ്ചവർണ്ണ കിളിയെ കൂട്ടിലാക്കിയിട്ട് അതിൻ്റെ വിൽപ്പനയ്ക്ക് വേണ്ടി വന്നപ്പോൾ കച്ചവടക്കാരൻ പറയുന്നുണ്ട് കൂടിയ ആളുകളോട്, ഇതിനെ വാങ്ങിച്ചോളൂ, മനോഹരമായ വർണ്ണങ്ങളുള്ള ഒരു കിളിയാണ്. ഈ കിളി മനോഹരമായിട്ടുള്ള ഗാനം ആലപിക്കുമെന്ന് കച്ചവടക്കാരൻ പറയാണ്. അത് കഴിഞ്ഞ് കച്ചവടക്കാരൻ പറയാണ്, ഇതിനെ വീട്ടിന് മുമ്പിൽ തൂക്കിയിട്ടാൽ മതി, ഈ വീടിന് കാവലായിട്ട് ഈ കിളി നിങ്ങളുടെ മുമ്പിൽ വർത്തിക്കുമെന്ന് പറയണം. എന്ന് മാത്രമല്ല, രാത്രിയെ ഇരുട്ടിനെ പകലാക്കാൻ, വെളിച്ചമേകാൻ ഈ കിളിക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞ് ഈ വാചക കസത്തിൽ നാട്ടുകാർ കിളിയെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പാടാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചിട്ടും പാടുന്നില്ല എന്ന് മാത്രമല്ല, അവിചാരിതമായി മഴ കൊണ്ട കിളിയെ ചെന്ന് നോക്കിയപ്പോൾ കളറൊക്കെ പോയിട്ട് അതൊരു കാക്കയായിരുന്നു എന്ന യാഥാർത്ഥ്യം അത് വാർത്തയാണ്. എല്ലാ വർഷവും ഇതേപോലെ ചായം പൂശിയ ഒരു കിളിയുമായി വരുന്ന ഒരു നഗരസഭ ഭരണസമിതിയാണ് കുറെ കാലങ്ങളായി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് കാലത്താണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്? ലോകം ടെക്നോളജിയെ കൊണ്ട് വളരെ മുന്നോട്ട് പോയ ഒരു കാലഘട്ടത്തിൽ ഈ നാടിൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങളെ പോലും ടച്ച് ചെയ്യാത്ത, തീരം കൊണ്ട് സമൃദ്ധമായ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞ, സാധാരണക്കാരെ കൊണ്ട് നിറഞ്ഞ ഈ പൊന്നാനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യങ്ങളെയും ടച്ച് ചെയ്യാത്ത ഈ ബജറ്റിനെ ശക്തമായി എതിർക്കുകയാണ്. ഞാൻ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ നെയ്തല്ലൂര് നമ്മുടെ ബോട്ടണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി പോയി. കഴിഞ്ഞ ബജറ്റിൽ ഒരു ബോട്ടണിക്കൽ ഗാർഡൻ നെയ്തല്ലൂർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്നോട് നാട്ടുകാർ പറഞ്ഞു, ഇവിടുന്ന് ചാടിയിട്ട് വേണം പോകാൻ, കാരണം നിങ്ങൾക്ക് കാറിൽ പോകാൻ കഴിയില്ല, വഴിയില്ലാത്തതുകൊണ്ട്. മനോഹരമായ ബോട്ടണിക്കൽ ഗാർഡൻ അവിടെ കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ബിയ്യം കായലോരത്ത് കായൽമുറ്റം. എന്ത് മനോഹരമായ കായൽമുറ്റാന്നറിയോ ബിയ്യത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. കുണ്ടുകടവത്ത് പോയപ്പോഴോ നഗരമുറ്റം. ഓ, എന്തൊരു നഗരമുറ്റാണ്! കുണ്ടുകടവിൻ്റെ ആ തിരക്കിനൊക്കെ പിന്നെ വിസ്മയിപ്പിക്കുന്ന, മനസ്സിനെ ശാന്തമാക്കുന്ന ആ നഗരമുറ്റം. അത് കഴിഞ്ഞ് ഈശ്വരമംഗലത്ത് പോയപ്പോൾ പൊതുശ്മശാനം, അതിൻ്റെ ഫോട്ടോയുണ്ട്, നമ്മുടെ മുൻ ബജറ്റിൻ്റെ മുഖമുദ്രയായിട്ട് കൊടുത്ത ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയിൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് റോഡ് പുറമ്പോക്ക് ചേരികളില്ലാത്ത നഗരം, പൊന്നാനിയുടെ നഗരം, റോഡ് പുറമ്പോക്ക് ചേരികളെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് കഴിഞ്ഞ് BV ജാലത്ത് പോയപ്പോൾ വലിയ അഴിമുറ്റം. അത് കഴിഞ്ഞ് പുതുവന്നാനി ദേശീയപാതയോരത്ത് വിശ്രമ കേന്ദ്രം, ദേശീയപാതയിലൂടെ ദൂരയാത്ര നടത്തുന്ന ആളുകൾക്ക് പൊന്നാനി നഗരസഭ ഒരുക്കിയ വിശ്രമ കേന്ദ്രമാണ്. അവർക്ക് അവിടെ ഇരുന്നിട്ട് ചായകൾ കുടിച്ച് വിശ്രമിച്ചു പോകാൻ. പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ, പുതുവന്നാനിയിൽ സ്കൂളിനോട് ചേർന്ന് ദേശീയപാത അധികാരികള് വേബ്രിഡ്ജ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ, നടപ്പാലം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ 3 സെന്റ് സ്ഥലമെടുത്തു കൊടുക്കാൻ കഴിയാത്തതിനാൽ ആ പദ്ധതി നീണ്ടുപോയ ഒരു നഗരസഭയാണ് ഈ പൊന്നാനി നഗരസഭ ഭരിക്കുന്നത്. പുതുവന്നാനി ദേശീയപാതകൾക്ക് വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞ് നാണം കെട്ട കുറെ വാചകങ്ങൾ എഴുതി വെക്കാണ്. ഓലപ്പുരരഹിത പൊന്നാനി, പൊന്നാനിയില് പിന്നെ ഓലപ്പുരരഹിത പൊന്നാനി. പിന്നെ 36-ാം വാർഡിലാണെങ്കിൽ 1 സെന്റില് നിർമ്മിച്ചിട്ടുള്ള മാപ്പിള പാർക്ക്, മുഹമ്മദ് അലി മൈതാനം. അത് കഴിഞ്ഞ് ജെൻഡർ ന്യൂട്രൽ ഓപ്പൺ ജിം. അത് കഴിഞ്ഞ് സിയാർത്ത് പള്ളിയുടെ അടുത്ത് പോയപ്പോൾ വലിയൊരു പൊതുമുറ്റം. അത് കഴിഞ്ഞ് വനിതാ സംരംഭങ്ങളെ കൊണ്ടോ സ്മാർട്ട് ലേഡി ബേക്കർ, ഹൈഡ്രോപോണിക്സ്, വീട്ടമ്മമാർക്ക്, കൗമാരക്കാർക്ക് കരാട്ട, അങ്ങനെ എഴുതി വെക്കപ്പെട്ട കുറെ സംഗതികളല്ലാതെ ഇതിലേതാണ് കുറെ കാലങ്ങളായി നടപ്പിലാക്കിയത് ഏതാണ് എന്ന് പറയാനുള്ള
ഒരു ചങ്കൂറ്റം ഈ ഭരണസമിതി കാണിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ജൈവമാലിന്യം? ഒരു മാലിന്യ പ്ലാന്റ്, ഒരു കൃത്യമായ ഒരു മാലിന്യ പ്ലാന്റ്, ഒരു മത്സ്യ സംസ്കരണ കേന്ദ്രമില്ല, ഒരു അറവുശാലയില്ല, ഒരു പച്ചക്കറി മാർക്കില്ല. അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ പൊന്നാനിയിലെ ഏറ്റവും വലിയ വ്യവസായം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധം. ആ മത്സ്യത്തൊഴിലാളികളെ പാടെ അവഗണിച്ച ഈ ബജറ്റിന് ശക്തമായി പൊന്നാനി നഗരസഭയിലെ പൊതുജനം എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ തുടങ്ങി നടക്കാത്ത കുറെ പ്രോജക്റ്റുകളുടെ പേരും വെച്ച് കൊല്ലം കൊല്ലം ചായം പൂശിയ പഞ്ചവർണ്ണ കിളികളെ വിൽക്കുന്ന ഈ അതിയായി എതിർക്കുന്നു, ശക്തമായി എതിർക്കുന്നു.